KPCC വേദിയിലെത്തി മുതിർന്ന CPIM നേതാവ് G. സുധാകരൻ. സനാതനധർമ്മ വിവാദത്തിൽ മുഖ്യമന്ത്രിയെ തള്ളിയ സുധാകരൻ സർക്കാരിനെ പ്രശംസിച്ച ശശി തരൂരിനെയും പരിഹസിച്ചു. KPCC സംഘടിപ്പിച്ച ഗുരു ഗാന്ധി സമാഗമ ശതാബ്ദി ആഘോഷത്തിലാണ് C. ദിവാകരനൊപ്പം G. സുധാകരനും പങ്കെടുത്തത്. ചാതുർവർണ്ണ്യം സനാതനധർമ്മത്തിന്റെ സൃഷ്ടിയാണെന്ന മുഖ്യമന്ത്രിയുടെ നിലപാട് G. സുധാകരൻ തള്ളി. സനാതനധർമ്മം എന്ന് പറയുന്നത് വേദങ്ങൾക്ക് മുമ്പുണ്ടായ ഒരു കാഴ്ചപ്പാടാണ്. ചാതുർവർണ്ണ്യം വേദ കാലഘട്ടത്തിന്റെ സംഭാവനയാണ്. മാറ്റമില്ലാത്ത ധർമ്മങ്ങൾ. സനാതനം എന്ന് പറഞ്ഞാൽ മാറ്റമില്ലാത്തത്. KPCCയെ പ്രശംസിച്ച G. സുധാകരൻ VD സതീശനെ വേദിയിലിരുത്തി ശശി തരൂരിനെ പരിഹസിച്ചു. വിശ്വപൗരൻ എന്ന് പറഞ്ഞാൽ ഏത് രാജ്യങ്ങളിലെങ്കിലും ഐക്യരാഷ്ട്ര അസംബ്ലിയുടെ ഉദ്യോഗസ്ഥനല്ല വിശ്വപൗരൻ. അത് ഒരിക്കലും വിശ്വപൗരനാവില്ല. അത് ശമ്പളത്തിനും പൊസിഷനും വേണ്ടി ജോലിയെടുക്കുന്നതാണ്. ആരായാലും ശരി. നെഹ്റു വിശ്വപൗരനായിരുന്നു, ഡോക്ടർ രാധാകൃഷ്ണൻ വിശ്വപൗരനായിരുന്നു, ടാഗോർ വിശ്വപൗരനായിരുന്നു, മഹാത്മാഗാന്ധി വിശ്വപൗരന്മാരിൽ വിശ്വപൗരനായിരുന്നു. കോൺഗ്രസ് നേതാക്കളെ പ്രശംസിച്ചും ബ്രൂവറിയിൽ സർക്കാരിനെ വിമർശിച്ചും C. ദിവാകരൻ. പക്ഷേ കേരള നിയമസഭയിൽ കണ്ട ഞാൻ ഒരുപാട് പരിചയമുണ്ട്. അത്രയും കറക്റ്റായിട്ടുള്ള ഒരു നിയമസഭ. കേരളത്തിൻ്റെ രാഷ്ട്രീയത്തിൽ എത്ര പെട്ടെന്നാണ് ഈ മദ്യം കയറി അതിൻ്റെ പ്രധാന അജണ്ടയായത്. ക്യൂവിൽ നിൽക്കുകയാണെങ്കിൽ അവസാനത്തെ ആളിനെ കൊടുത്തിട്ടേ അടക്കാവൂ. ഇത് ഇലക്ഷൻ കമ്മീഷന്റെ നിർദ്ദേശമാണത്. വോട്ട് ചെയ്യാൻ വരുന്ന ക്യൂവിൽ നിൽക്കുന്ന അവസാന ആൾ വോട്ട് ചെയ്യാനുള്ള അനുവാദമുള്ളത്. G. സുധാകരനെയും C. ദിവാകരനെയും പ്രശംസിക്കാൻ മത്സരിച്ച് കോൺഗ്രസ് നേതാക്കൾ. പ്രത്യയശാസ്ത്രത്തിന്റെ തടവുകാരാകാതെ നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയും എന്ന് നമുക്ക് കാണിച്ചു തന്ന മഹത് വ്യക്തികൾ കൂടിയാണ് ഇവിടെ ഇരിക്കുന്നത്. വയസ്സും പ്രായം ഒന്നിനും ഒരു ഉപാധിയായി ഞാൻ കണക്കാക്കുന്നുമില്ല. 28ാമത്തെ വയസ്സിൽ മന്ത്രിയായ ഒരാളാണ് ഞാൻ. അപ്പോൾ ചെറുപ്പക്കാർക്ക് മന്ത്രിയാകാം, പ്രായമുള്ളവർക്കും മന്ത്രിയാകാം. അപ്പോൾ വയസ്സ് എന്ന് പറയുന്നത് നമ്മളെ അളക്കാനുള്ള ഒരു വേലിക്കെട്ടായി അല്ലെങ്കിൽ അളക്കാനുള്ള ബാരോമീറ്ററായി ഞാൻ കണക്കാക്കാൻ ആഗ്രഹിക്കാത്ത ഒരാളാണ്. ചടങ്ങ് അവസാനിക്കും മുമ്പ് ചിരിയും ചിന്തയും എന്ന തലക്കെട്ടോടെ സുധാകരനും സതീശനും ഒപ്പമുള്ള ചിത്രം ഫേസ്ബുക്കിൽ പങ്കുവച്ച് രമേശ് ചെന്നിത്തല. റിപ്പോർട്ടർ, തിരുവനന്തപുരം.